ഝാൻസി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ജയിലിൻ്റെ വൻമതിൽ കെട്ടാണ് നാം കാണുന്നത്. ഝാൻസി മിഷന്റെ വളരെ പ്രത്യേകത നിറഞ്ഞ ആത്മീയ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനാപൂർവം ക്ഷണിക്കുന്നു. റവറൻഡ് ഫാദർ വലേരിയൻ ഡിസൂസയുടെ നേതൃത്വത്തിലുള്ള പ്രിസൺ മിനിസ്ട്രിയിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ഝാൻസി മിഷൻ പ്രിസൺ മിനിസ്ട്രി വളരെ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നു. ഈ പ്രിസൺ മിനിസ്ട്രിയിലൂടെ ദൈവസ്നേഹത്തെ പ്രിസണിൽ ജീവിക്കുന്നവർക്ക് നൽകിക്കൊണ്ട് ദൈവത്തെ അവരെ ഓരോരുത്തരെയും സൃഷ്ടിച്ച വ്യക്തിയായി കാണുവാനായിട്ട് നാം സഹായിക്കുന്നു. ഒപ്പം മനുഷ്യ സ്നേഹത്തെ അവർക്ക് നൽകുവാനായിട്ട് ഈ മിനിസ്ട്രിയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. ജില്ലാ കാരാഗാർ ഝാൻസി. ഇവിടെയുള്ള കാരാഗ്രഹവാസികളോട് മിഷണറിമാരുടെ ആത്മീയ ശുശ്രൂഷയുടെ വേറിട്ടൊരു സമീപനമാണ് ഈ ഝാൻസി മിഷനിൽ പ്രകടമാകുന്നത്. ഇതിനുള്ളിലേക്ക് കടക്കുന്ന ഓരോ വ്യക്തിയെയും തിരിച്ചറിയാനുള്ള മുദ്രകളാണ് കൈകളിൽ പതിക്കുന്നത്. നിരാശയിലും അന്ധകാരത്തിലും കഴിയുന്ന ഒരു വിഭാഗം മനുഷ്യരുടെ സമീപത്തേക്ക് ആത്മാക്കൾക്കായുള്ള തീഷ്ണതയോടെയാണ് മിഷണറിമാർ ജയിലിനുള്ളിലേക്ക് കടന്നുവരുന്നത്. ദൈവസ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അന്തരീക്ഷമാണ് ഈ കാരാഗ്രഹത്തിനുള്ളിൽ കാണുവാൻ സാധിച്ചത്. मैं झांसी डायसिस की ओर से आपके समक्ष आज हम लोग यहाँ पर एकत्रित हुए हैं आप लोगों के लिए कुछ कार्यक्रम प्रस्तुत करने के लिए। हमारे साथ सेंट जोसेफ गर्ल्स कॉलेज के बच्चे लोग भी यहाँ पर आए हैं। वे हम लोग को एक सौभाग्य की बात है, आप लोगों के बीच में रहकर आप लोगों के साथ इस त्योहार का आनंद लेने के लिए हमें आज मौका मिला है. കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്, ഞാൻ ജയിലിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അത് കർത്താവിൻ്റെ സ്നേഹത്തെ പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന ഒരവസരമാണ്. അതുകൊണ്ട് തന്നെ ഝാൻസി പ്രിസൺ മിനിസ്ട്രി കാരാഗ്രഹ മിനിസ്ട്രിയിൽ ഏറ്റവും മഹത്തായ ഒന്നാണ്. ഈ മിനിസ്ട്രിയിൽ ദൈവസ്നേഹത്തെ പകർത്തു കൊടുത്തുകൊണ്ട് അവരെ നല്ല വ്യക്തികളായി വളർത്തുവാനും കുടുംബത്തിലേക്ക് വീണ്ടും അവരെ ഓരോരുത്തരും മനുഷ്യരായി കാണുവാനും നാം അവരെ സഹായിക്കുന്നു. ഈ കാരാഗ്രഹ മിനിസ്ട്രിയിലൂടെ ഇവരെ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, ടൈലറിങ്, ബ്യൂട്ടീഷ്യൻ കോഴ്സ് എന്നിവ നൽകിക്കൊണ്ട് വീണ്ടും അവർക്ക് ഒരു നല്ലൊരു ജീവിതം ഉണ്ടാകുവാനായിട്ട് ഈ മിനിസ്ട്രി സഹായിക്കും. നല്ല ഒരു മാനസാന്തരത്തിനായി ഒരുക്കാൻ ഉപകരിക്കുന്ന വരികളും സന്ദേശങ്ങളും ഇവിടുത്തെ അന്തേവാസികളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. പാപത്തിന്റെ കടും ചുവപ്പിനെ വെണ്മയാക്കാൻ ശക്തിയുള്ള ഒരു ദൈവത്തെ ഇവരുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഝാൻസിയിലെ മിഷണറിമാർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: രക്ഷ നേടാൻ വെമ്പൽ കൊള്ളുന്ന ഒരാത്മാവിനെ നേടുക എന്ന ലക്ഷ്യം. അതിനായി പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അടുക്കലേക്ക് പ്രത്യേകമായി കടന്നു ചെല്ലുന്നു സദ്വാർത്തയുമായി. സ്നേഹം പങ്കുവയ്ക്കുന്നതിൽ പരം വലിയ പ്രവൃത്തി ഈ ലോകത്ത് എന്തിനാണുള്ളത്? ഈ നിമിഷം ഇവിടെയുള്ളവരുടെ മനസ്സിൽ തിങ്ങിക്കൂടിയ നെടുവീർപ്പും നൊമ്പരവും ഈ സാന്ത്വനത്തിനു മുന്നിൽ കെട്ടടങ്ങുന്ന കാഴ്ചകളാണ് പിന്നെ നാം ഇവിടെ ദർശിച്ചത്. ഇവിടെ ഝാൻസി മിഷനിലെ മിഷണറിമാർ ലോകത്തിൻ്റെ അതിർവരമ്പുകളെ കടന്നു വന്നിരിക്കുകയാണ് ദൈവസ്നേഹത്തെ പങ്കുവയ്ക്കാനായി. നാം ജനിക്കുമ്പോൾ ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തു
തൻ്റെ കർത്തവ്യങ്ങൾ നൽകിക്കൊണ്ട് നമ്മളെ ഈ ലോകത്തിലേക്ക് അയക്കുന്നു. നാം ഓരോരുത്തരെയും കാരാഗ്രഹവാസികളായിട്ടല്ല കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ജനിപ്പിക്കുന്നത്. പക്ഷെ നമ്മുടെ സാഹചര്യമാണ് ഈ കാരാഗ്രഹത്തിലേക്ക് പലരെയും കൊണ്ടുപോകുന്നത്. ആ സാഹചര്യം പലതുമാകാം. ചിലവർ കുറ്റം ചെയ്യാത്തവരും ചിലവർ മറ്റുള്ളവരുടെ കുറ്റങ്ങളാൽ ബന്ധത്തിൽപ്പെട്ടവരുമാകാം. അതുകൊണ്ട് തന്നെ ഈ കാരാഗ്രഹവാസികളെ നമ്മൾ ഓരോരുത്തരും വിധിക്കുവാനായിട്ട് നാം ഒരു വ്യക്തിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ മാർപ്പാപ്പ നമ്മൾ ഓരോരുത്തരും പറയുന്നത്, ഹു ആം ഐ ടു ജഡ്ജ് മൈ ഓൺ ബ്രദർ? ഞാൻ ആരാണ് എൻ്റെ സഹോദരനെ വിധിക്കുവാൻ? അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും വിധിക്കുവാനല്ല, പക്ഷേ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമാണ് ഈ ലോകത്തിലേക്ക് വന്നത്. हर मौके पे जो जेल में आते हैं और जो हमारा मनोरंजन और जो अपने जीवन में काम आने वाली बातें, ज्ञान की बातें बताते हैं, उससे मैं तो मोटिवेट होता हूँ. पूरी जेल की तो मैं गारंटी नहीं ले रहा, लेकिन ये फंक्शन मैंने आज पहली बार जिंदगी में देखा दोस्तों. तो मैं इसके लिए इनका हार्दिक अभिनंदन करता हूँ और इनसे ये आस करता हूँ कि बार त्योहार हमें संभालते रहें. और जब भी मौका मिलता है आप लोगों को देख के और आपकी जो निस्वार्थ भावना है इनको देख के हमें अपने किए हुए पर रियल में फीलिंग्स होता है और हम मोटिवेट होते हैं आपके कहने से. बहुत बहुत धन्यवाद. वेरी थैंकफुल टू यू फॉर दिस एक्ट ऑफ काइंडनेस. थैंक यू सर. ജാൻസി മിഷൻ എല്ലാ വർഷം തോറും കാരാഗ്രഹവാസികളെ സന്ദർശിച്ച്, പ്രത്യേകിച്ച് ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനെയുള്ള അവസരങ്ങൾ, വീണ്ടും ലോക്കൽ ഫെസ്റ്റിവൽസായ റാഖി, ദീപാവലി എന്നീ ഫെസ്റ്റിവലിൽ പ്രത്യേകിച്ച് വന്നുകൊണ്ട് ഇവർ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുകയും ഹോംലി അറ്റ്മോസ്ഫിയർ നൽകുവാനായിട്ട് സഹായിക്കുന്നു. ഈ അവസരത്തിൽ രക്ഷാബന്ധൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഇവിടുത്തെ. ഈ ഉത്സവത്തിൽ സഹോദര സ്നേഹത്തെ കാണിക്കുവാനും ഒപ്പം സഹോദരനു വേണ്ടി പ്രാർത്ഥിക്കുവാനും സഹോദരനെ എത്രമാത്രം കെയർ ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുന്ന ഒരു അവസരം കൂടിയാണ്. ആപ് സബ്കോ രക്ഷാബന്ധൻ കി മുബാരക്. ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്ന ഒരു ദിനമാണ്. രക്ഷാബന്ധൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാനായിട്ട് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ഓരോരുത്തരും കർത്താവ് പറയുന്നുണ്ട്, സ്വന്തം സഹോദരന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ ഒരു സ്നേഹമില്ല. അതുതന്നെയാണ് ഈ രക്ഷാബന്ധൻ ഉത്സവത്തിലൂടെ നാം പ്രത്യേകമായി കാണുവാൻ ശ്രമിക്കുന്നത്. ഈ രക്ഷാബന്ധൻ ആഘോഷിക്കുവാനായി കൂടിയിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവമായ കർത്താവ് സ്നേഹത്തിൽ വളരുവാനും ഒപ്പം സ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നല്ലൊരു വ്യക്തി ആയി മാറുവാനായിട്ട് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ജാൻസി മിഷൻ. ഇനി നാം അടുത്തതായി സന്ദർശിക്കാൻ പോകുന്നത് ജാൻസി മിഷന്റെ പുരാതനമായ ഒരു മിഷൻ സ്റ്റേഷനിലേക്കാണ്. ജെറിയ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കൗതുകം നിറഞ്ഞ ഒരു മിഷൻ സ്റ്റേഷനിലേക്ക്. ജാൻസിയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ദൂരമുണ്ട് ജെറിയ എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക്. ഞാൻ ഫാദർ വിൽസൺ കാവുങ്കൽ ഈ ജാൻസി രൂപതയുടെ ജെറിയ മിഷന് വേണ്ടി ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്നു. ഈ മിഷൻ സ്റ്റേഷനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഒത്തിരി പാവപ്പെട്ട ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്.
ഇവിടുത്തെ വീടുകളോ ഇതൊക്കെ ഒന്നും അത്ര നമ്മുടെ രീതിയിലെ പോലെയുള്ള ഒരു വീടിൻ്റെ അനുസരിച്ച് സ്റ്റാൻഡേർഡുള്ള ഒരു വീട് ഇതുവരെ ഞാൻ ഇതോടെ കണ്ടിട്ടില്ല. കാരണം ഒരു റൂമുണ്ട്, അവിടെയാണ് ബക്കരി, അതായത് ആടുകളും കന്നുകാലികളും എല്ലാം അവിടെയാണ് വെപ്പും കുടിപ്പും കന്നുകാലികളും എല്ലാം ഒരു റൂമിൽ, കിടപ്പും അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനുള്ളൊരു വില്ലേജാണ് ഈ ചെറിയ വില്ലേജ് എന്ന് പറയുന്നത്. ഇതിനെ ഉയർത്തിക്കൊണ്ടു വരാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ്, എനിക്കറിയാം. ഈ മിഷൻ തുടങ്ങിയിട്ട് 15-16 വർഷമായി, ശരിക്കും ഫുൾ ഫ്ലെഡ്ജ് മിഷനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇതുവരെ അതിൻ്റെ ആ രീതിയിലോട്ട് പൊന്തുവാനായിട്ട് സാധിച്ചില്ല. കാരണം ഇവിടെ നിന്നും ആരും എഡ്യൂക്കേറ്റഡ് ആയിട്ട് പുറത്തു പോയിട്ടില്ല. ഇവരുടെ ഒരു ഭാവമുണ്ട്, ഇവിടെ ഉള്ള ഭൂമിയിൽ പണി ചേർത്ത് ഇവിടെ തന്നെ ജീവിക്കുകയാണ് ഇവരുടെ മെയിൻ ഇൻറ്റൻഷൻ ആയിരുന്നു. ഇവിടെ ഞാൻ വന്ന ഇടയ്ക്ക് ഇവിടെ ഞങ്ങൾ 1 തുടങ്ങി 8ാം ക്ലാസ് വരെ സ്കൂളുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും ആദ്യം എൻ്റെ ആഗ്രഹം ഇതായിരുന്നു, ഈ സ്കൂളിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഇവിടെയുള്ള കുഞ്ഞുമക്കളെ പഠിപ്പിച്ച് ഒരു നല്ല രീതിയിൽ എത്തിക്കണം എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ഉദ്ദേശ്യം. ആ ഉദ്ദേശം സഫലീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്കൂളിൽ ഇപ്പോൾ 420 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ പഠിക്കുന്ന ഓരോ കുട്ടികളും ഭക്ഷണമില്ലാതെ അലഞ്ഞു നടക്കുകയായിരുന്നു. അവർ ഭക്ഷണത്തിന് വേണ്ടി അവിടെ ഇവിടെ ഗോതമ്പ് പറക്കാനും മട്ടർ പറക്കാനും സോയാബീൻ പറക്കാനുമാണ് പോയിരുന്നത്. പക്ഷെ ഞാൻ ഇവിടെ ബ്രെഡ് നോയറുടെ സാന്നിധ്യത്തിൽ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്ന് മിഡ് ഡേ മീൽ, മേരീസ് മീൽ പ്രൊജക്റ്റ് കൊണ്ടുവന്ന് കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിൻ്റെ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു. ഉച്ചഭക്ഷണ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്ത അന്നു മുതൽ എനിക്ക് ഇവിടെ കുട്ടികൾ ധാരാളം കിട്ടിക്കൊണ്ടിരുന്നു. കുട്ടികളുടെ വിശപ്പ് ആണ് പഠിപ്പിനെ തടസ്സമാക്കിയിരുന്നതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ആ ഉച്ചഭക്ഷണത്തിലൂടെ കുട്ടികളെ പഠിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മേരീസ് മീൽസിന് കൊണ്ടുവന്നത് കൊണ്ട് ഒത്തിരി കുട്ടികൾ ഈ സ്കൂളിൽ വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം അവർ ഭക്ഷണത്തിന് വേണ്ടിയാണ് സ്കൂളിൽ വരാതിരുന്നത്. കാരണം അവിടെ ഇവിടെയൊക്കെ പോയി എന്തെങ്കിലും കിട്ടുന്നതൊക്കെ പറക്കി അവർ വിറ്റ് അതാണ് ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉച്ചകാലത്തെ ഒരു ഭക്ഷണം വയറ് നിറച്ച് ആഹാരം കിട്ടുമ്പോൾ പഠിപ്പിന് എന്തിന് ഞങ്ങൾ പോവാതിരിക്കണം എന്നാണ് ഇപ്പോഴത്തെ അവരുടെ ചോദ്യം. അതുകൊണ്ട് എനിക്ക് 100% അറ്റൻഡൻസ് ക്ലാസ് റൂമിൽ എനിക്ക് കിട്ടുന്നുണ്ട്. പേരൻസിൻ്റെ സഹകരണവും എനിക്ക് കിട്ടുന്നുണ്ട്. ജാൻസി മിഷന്റെ വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു പ്രതീകം കൂടിയാണ് മേരീസ് മീൽസ്. സ്നേഹവിരുന്നിൻ്റെ ഈ കൂട്ടായ്മയിലൂടെ അനേകം കുരുന്നുകൾ വിദ്യാലയങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നല്ല ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുവാൻ ഇതിലൂടെ സാധിക്കുമെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ജാൻസി മിഷൻ. ചെറിയ മിഷൻ സ്റ്റേഡിലെ ഏറ്റവും നല്ല പ്രത്യേകത ഇതാണ്. നമ്മൾ ഇവിടെ കാണുന്ന ഈ ഒരു വെല്ലുണ്ട്, ഒരു കിണറുണ്ട്. ഈ കിണറിൽ നിന്നാണ് ഇവിടുത്തെ വില്ലേജിലെ ഒട്ടുമിക്ക ആളുകളും, അത് ഭൂരിപക്ഷം ആളുകളും വെള്ളം കുടിക്കാനും അതിൻ്റേതായ രീതിയിലുള്ള ഉപയോഗത്തിനും അവർ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. ഈ വെള്ളത്തിനൊരു ഇത് മെയിനായിട്ട് അവർ വിശ്വസിക്കുന്നത് എന്തിട്ടാണ്, ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് അവർക്ക് രോഗങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല എന്നാണ് ഞാൻ ചോദിച്ചിടത്തോളം അവരെന്നോട് പറയുന്നത്. അവർ കുളിക്കാൻ പോലും ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കാരണം സ്കിൻ ഡിസീസ് ഉണ്ടാവില്ല എന്നാണ് ഈ വെള്ളം കൊണ്ട് കുടിച്ചു കഴിഞ്ഞാൽ സ്കിൻ ഡിസീസ് ഉണ്ടാവില്ല എന്നാണ് ഇവരുടെ അഭിപ്രായം. അതാണ് എൻ്റെയും അനുഭവം. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട്, ഞാൻ മുന്നിൽ നിന്ന സ്റ്റേഷനിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെ എനിക്ക് ഇതുവരെ ഒരു രോഗം ഉണ്ടായിട്ടില്ല. എൻ്റെ സത്യം പറയാതെന്ന് വെച്ചാൽ ഒരു കാര്യം ഞാൻ പറയുന്ന ആഗ്രഹമുണ്ട്. ഇവിടെ വന്നപ്പോൾ എൻ്റെ തലയിൽ മുടിയൊക്കെ കുറച്ച് കുറവായിരുന്നു. ഇപ്പോഴാണ് കുറേശ്ശെ മുടി വെച്ച് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നത് ഈ വെള്ളത്തിൻ്റെ ഇതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു മിറക്ലസ് ഒരു വെല്ലാണ്, ഒരു കിണറാണ് ഇത്. അങ്ങനെയാണ് എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഝാൻസി പ്രവിശ്യയായ ബുന്ദേൽഖണ്ഡിലെ ജനങ്ങളുടെ വലിയ ഒരു വിഷമതയാണ് ശുദ്ധജലത്തിൻ്റെ ദൗർലഭ്യത.
കിലോമീറ്ററുകൾക്കപ്പുറമുള്ള നദിയും തടാകവും വരണ്ടുണങ്ങുമ്പോൾ ജെറിയയിലെ ഈ മിഷൻ സ്റ്റേഷനിലെ കിണറ്റിലെ ജലം വറ്റാത്ത സ്ഥിതിവിശേഷം ഒരത്ഭുതത്തോടെയാണ് ഇവിടുത്തെ നാട്ടുകാർ കാണുന്നത്. ഇതിൽ നിന്നും ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ട് ഇവിടെ ഡിസ്പെൻസറി ഞങ്ങളുടെ ഇവിടെയുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ഡിസ്പെൻസറിയിൽ ഒരു സിസ്റ്റർ ഉണ്ട്. ഇവിടെ ഒത്തിരി പേഷ്യൻസ് വരുന്നുണ്ട്. ഈ പേഷ്യൻസ് ഒട്ടും പല രീതിയിലുള്ള രോഗത്തിൽ പിടിപ്പെട്ട ആളുകളാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെപ്രസി പിടിപ്പെട്ട കുഷ്ഠരോഗിയായ ആളുകളും ഇവിടെ വന്ന് ഇവിടെ ചികിത്സിക്കുന്നുണ്ട്. ഞങ്ങൾ നിസ്വാർത്ഥ സേവനമായിട്ട് അവർക്ക് ഞങ്ങൾ ക്ലീൻ ചെയ്ത് നന്നായിട്ട് മെഡിസിനൊക്കെ ഇട്ട് കൊടുത്ത് അവരെ നന്നായിട്ട് രീതിയിൽ എല്ലാ ദിവസവും സ്ത്രീകൾ വരുന്നുണ്ട്, രോഗികൾ വരുന്നുണ്ട്, അവർ വന്ന് പോകുന്നുണ്ട്. ഒത്തിരി പേര് സുഖം പ്രാപിക്കുന്നുണ്ട്. ഒരു കാലത്ത് പകർച്ചവ്യാധിയിലൂടെ അനേകം കുഞ്ഞുങ്ങളെ നഷ്ടമായ ഗ്രാമമാണ് ജെറിയ. ഇന്ന് ഇവിടുത്തെ ഈ ഡിസ്പെൻസറിയിലൂടെ അതിന് അറുതി വരുത്തിയിരിക്കുകയാണ്. മിഷണറിമാരുടെ അടുത്ത ലക്ഷ്യം സമ്പൂർണമായ കുഷ്ഠരോഗ നിർമ്മാർജ്ജനമാണ്. അതിനായുള്ള പ്രവർത്തനവും ബോധവൽക്കരണവും ജാൻസി മിഷൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഈ രോഗത്തിൻ്റെ പേരിൽ ഒരു കുടുംബവും വേദനിക്കരുത് എന്ന പ്രാർത്ഥനയോടെ ജാൻസി മിഷൻ ഈ ഡിസ്പെൻസറിയിൽ ശുശ്രൂഷിക്കുന്നു, ലാഭേച്ഛ കൂടാതെ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ എന്നൊരു സിസ്റ്റം ഞാൻ കൊണ്ടു നടക്കുകയാണ്. ഈ കമ്പ്യൂട്ടർ, അതായത് ഈ വില്ലേജിലെ പിള്ളേർക്ക് കമ്പ്യൂട്ടർ എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. ഇത് ശരിക്കും എന്തൊരു TV ഡബ്ബ എന്ന് നമ്മൾ സാധാരണ ഉദ്ഘോഷിക്കുന്നത് പോലെ ഈ TV എന്നാണ് അവർക്ക് കമ്പ്യൂട്ടറെ കുറിച്ചുള്ള അഭിപ്രായം. പക്ഷെ ഞാൻ പിള്ളേർക്ക് ഇവിടെ TV അല്ല, ഇത് കമ്പ്യൂട്ടറാണ്, ഇതിങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് ഞാൻ പിള്ളേരെ പഠിപ്പിക്കുക. അതും ഇവിടുത്തെ ആർക്കും ഈ കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് എനിക്ക് ഇവിടെ ടീച്ചേഴ്സ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അപ്പോൾ പുറത്തുനിന്നാണ് ടീച്ചേഴ്സിനെ കൊണ്ടുവന്ന് ഈ കമ്പ്യൂട്ടർ ഈ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത്. ഇവിടുത്തെ കുട്ടികൾ പഠിക്കുന്നത് വളരെ നിസ്സാര ഫീസിലാണ്. 50 രൂപയാണ് മാസ ഫീസ് ഞാൻ അവരിൽ നിന്ന് ഈടാക്കുന്നത്. ഇന്ന് ജെറിയ എന്ന കൊച്ചു ഗ്രാമത്തിനും അത്യാധുനിക യുഗത്തിൻ്റെ മുഖമുദ്രയായ ഈ കമ്പ്യൂട്ടർ സ്വന്തം. ജാൻസി മിഷന് ഇനിയും വെല്ലുവിളികളെ അതിജീവിക്കാനുണ്ട്. കാരണം ഈ പ്രദേശത്തെ 1% വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സിൽ ചേരാൻ ഇതുവരെ സാധിച്ചിട്ടുള്ളൂ. ഈ അവസ്ഥ മാറണം. അതിനായി ഇപ്പോൾ പഠിക്കുന്ന ഈ വിദ്യാർത്ഥികൾ പഠിച്ച് തൊഴിൽ നേടുന്നതിലൂടെ ഇവർ ഈ ഗ്രാമത്തിന് ഒരു മാതൃകയാകണം. ഇന്ന് ഈ ജെറിയയിലെ മിഷണറിമാർ ഉത്സാഹഭരിതരാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നുകൊണ്ട് ഈ കൊച്ചു ഗ്രാമത്തിൽ ദൈവാനുഗ്രഹത്താൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചതിൻ്റെ സന്തോഷമാണ് ഈ മിഷണറിമാരിൽ. ജെറിയ എന്ന ഈ ഗ്രാമത്തിലെ മിഷണറി പ്രവർത്തനം കൂടുതൽ ജനകീയമായതിൻ്റെ ഫലമായി ജാൻസി മിഷൻ ഈ ഗ്രാമത്തിൻ്റെ തന്നെ നാഴികക്കല്ലായി മാറുകയാണ്. അങ്ങനെ ജെറിയയിലെ ഏതൊരു കുടുംബത്തിൻ്റെയും ആശാകേന്ദ്രമായി മാറിക്കഴിഞ്ഞു ഇന്ന് ജാൻസി മിഷൻ. आशीर्वाद के लिए सिर झुकाइए। सर्वशक्तिमान ईश्वर पिता और पुत्र और पवित्र आत्मा आप लोगों को आशीर्वाद प्रदान करें। आमीन। ജാൻസി മിഷൻ. ജാൻസിയുടെ സമീപ പ്രദേശമായ ഗറിയ പാടക് എന്ന സ്ഥലത്തുള്ള മിഷൻ സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത്. യേശുദാം എന്ന ആശ്രമത്തിൽ മിഷൻ ഒരു സ്കൾപ്ചറൽ മ്യൂസിയം ഒരുക്കിയിട്ടുണ്ട്. യൗനാൻ പ്രവാചകനെ വിഴുങ്ങിയ മത്സ്യത്തിൻ്റെ ഈ ശില്പത്തിലൂടെ വേണം മ്യൂസിയത്തിനുള്ളിൽ കടക്കാൻ. അകത്ത് അതിസുന്ദരമായ ചുവർ ചിത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്.
ഇവിടേക്ക് വരുന്ന അനേകം വ്യക്തികളെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കാൻ ഈ മ്യൂസിയം ഉപകരിക്കുന്നു. ജാൻസി മിഷൻ്റെ മഹത്തായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് മതസൗഹാർദ്ദത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വൈദികരും സന്യസ്തരും. മതസൗഹാർദ്ദം നിലകൊണ്ടേണ്ട ഈ കാലഘട്ടത്തിൽ നമ്മൾ മനുഷ്യന് വില കൊടുക്കാതെ, മനുഷ്യ ബന്ധങ്ങൾക്ക് വില കൊടുക്കാതെ, മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു കാലഘട്ടത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് മനുഷ്യനെ സ്നേഹിക്കുകയും മനുഷ്യരിലേക്ക് സ്നേഹം പറന്നു കൊടുക്കുവാനുമാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മൾ ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സുവിശേഷത്തിൽ നമ്മോട് പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. അവിടെ നാം മനുഷ്യ സ്നേഹത്തിന് മൂല്യം കൊടുക്കുകയാണ്. ആ മൂല്യം നാം മതസൗഹാർദ്ദത്തിലൂടെയും മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ടും മനുഷ്യനെ സേവിച്ചുകൊണ്ടും മനുഷ്യന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടും നല്ലൊരു ജീവിതം നയിക്കുവാനായിട്ട് ഈ മതസൗഹാർദ്ദം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുന്നു. ജാൻസിയിലെ സർവധർമ്മ സദ്ഭാവന സമിതിയുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഇവിടെ നടത്തപ്പെടുന്നത്. ജാൻസി മിഷൻ രൂപതയുടെ ബിഷപ്പ് പീറ്റർ പാറപ്പുള്ളിലിൻ്റെ ഒപ്പം ജാൻസി പ്രവിശ്യയിലുള്ള മുഖ്യ പണ്ഡിതന്മാരും ഇതിൽ പങ്കെടുക്കാനെത്തിയിട്ടുണ്ട്. जो पहला बिशप है माल्टे से आए थे, वो सेंट जूड का गिरजा बना दिया और सेंट जूड का भक्ति भारतवर्ष में पूरा ये बिशप ने लाया. बिशप है ना, माल्टीस बिशप. भारतवर्ष में ये सेंट जूड का भक्ति नहीं था, तब उसी ने माल्टा से लाया ये भक्ति. ये भारतवर्ष में अभी कितना फैल गया, ये बहुत जान से भर जाते हैं उस दिन. यह संजूर को कहलाते हैं असाध्य कार्यों का मंदिर. ये क्राइस्ट के शिष्य में the patron of the desperate and impossible cases. That is why the people come over there. Because we don't make any advertisement, but the people who have received the graces. ജാൻസി മിഷനിൽ ഏറ്റവും മഹത്തായി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് മതസൗഹാർദ്ദം. അതുകൊണ്ട് തന്നെ ജാൻസി മിഷൻ്റെ യേശുദാം ആശ്രമത്തിൽ എല്ലാ മതസ്ഥരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ദൈവസ്നേഹത്തെ തിരിച്ചറിയുവാനായിട്ട് ശ്രമിക്കുന്ന ഒരവസരമാണ് ഈ റിലീജിയസ് ഡയലോഗ്. ഇന്നത്തെ ഈ ദിവസത്തിൽ ഈ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ എത്തിയിരിക്കുന്നത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് കൂടാതെ ജൈനീസ് ആൻഡ് ബുദ്ധിസ്റ്റ് എന്നിവരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. ഒന്നിച്ചിരുന്നു കൊണ്ട് ദൈവത്തെ ഒന്നായി കണ്ടുകൊണ്ട് ദൈവം നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിച്ച് എന്ന വിശ്വാസത്തോടു കൂടി മനുഷ്യനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ഓരോരുത്തരും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ജീവിക്കുവാൻ ഈ മതസൗഹാർദ്ദം നമ്മെ സഹായിക്കുന്നു. ജൈനമത പണ്ഡിതനിൽ തുടങ്ങി നാനാമത വിഭാഗങ്ങളിലെ പ്രമുഖരുടെ സാന്നിധ്യത്താൽ ധന്യമായിരുന്നു ജാൻസി മിഷനിലെ ഈ ഇന്റർ റിലീജിയസ് ഡയലോഗ്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ദൈവത്തെയല്ല ഇവിടെ പ്രഘോഷിക്കാൻ ഇവർ വിനിയോഗിച്ചത്, മറിച്ച് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദാതാവായ സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു ഈ മതസൗഹാർദ്ദ കൂട്ടായ്മയിൽ ദർശിച്ചത്. ഭാരതത്തിൽ സമാധാനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പുത്തൻ അന്തരീക്ഷം വരും നാളുകളിൽ ലഭ്യമാകുവാൻ ആശംസിച്ചുകൊണ്ടും പുറമേ നിന്ന് ഒരു അന്ധകാര ശക്തിക്കും ഈ ദൈവകൂട്ടായ്മയെ തകർക്കാൻ തങ്ങൾ വിധേയരാകില്ല എന്ന പ്രാർത്ഥനയോടെയുമാണ് ഈ കൂട്ടായ്മ അവസാനിച്ചത്. ഈ കുട്ടികൾ യേശുദാം ആശ്രമത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ആശ്രമം എന്ന് പറഞ്ഞാൽ അത് ഇൻകൾച്ചറേഷൻ്റെ ഭാഗമാണ്. ദൈവ സുവിശേഷം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി നാം എവിടെയായിരിക്കുന്നു അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ഭാഷ, അവിടുത്തെ ആചാരരീതികൾ മനസ്സിലാക്കിക്കൊണ്ടും
അവിടെ ജീവിക്കുന്നവരെ മനസ്സിലാക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ആശ്രമത്തിലൂടെ നാം കാണേണ്ടത്. ഈ ആശ്രമത്തിലൂടെ ഒത്തിരി പേരെ നമുക്ക് ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട് നമുക്ക് സഹായകമാകുന്നു. बोलिए प्रभु यीशु मसीह की, बोलिए माता मरियम की। आओ चले मिलके चले, आओ चले मिलके चले। वो ये हमारा प्यारा है, वो ये हमारा दुलारा है। आओ चले मिलके चले, आओ चले मिलके चले प्रभु यीशु के पास। उसने ये हमको बुलाया है, आओ चले मिलके चले, आओ चले मिलके चले। ജാൻസി മിഷന്റെ മുൻ ബിഷപ്പ് ഫ്രെഡറിക് ഡിസൂസയുടെ സാന്നിധ്യം ഈ സായാഹ്ന പ്രാർത്ഥനയ്ക്ക് കൂടുതൽ അനുഗ്രഹപ്രദമാകാൻ ഇടയായി. Pilamiyadi babu pilaguchili tate danchili chilumi danchili dalba palechu. हे संत मरिया परमेश्वर की मां, प्रार्थना करम पापियों के लिए अब और हमारे मरने के समय आमीन। ജാൻസിയിലെ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ഈ കുട്ടികൾക്ക് ദൈവസ്നേഹത്തിൻ്റെ ബോധ്യങ്ങൾ പകരാൻ ഈ മിഷൻ സദാ സന്നദ്ധമാണ്. मरिया परमेश्वर की मां, प्रार्थना करम पापियों के लिए अब और हमारे मरने के समय आमीन। बोलो प्रणाम। हाँ, कृपा पूर्ण Pinam Maria tilpa put babu sele साथ है धन्य तत्व में और धन्य तेरा दत्ता पलेchu. हे संत मरिया परमेश्वर की मां, प्रार्थना करम पापियों के लिए अब और हमारे मरने के समय आमीन। पूरी प्रार्थना बोलो। Maria के पाँव पर से दादा नन्नों के तुम्हें आमें. ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഗരിയാപാട്ടക്കിലുള്ള പ്രേംനഗർ എന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്ത് ഒത്തിരി അന്യമതസ്ഥർ കൂടി വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസ്നേഹത്തെ തിരിച്ചറിയുവാനും കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ ലോകത്തിലേക്ക് വന്ന ഏക ദൈവപുത്രൻ എന്ന് വിശ്വസിച്ചറിയുവാനായിട്ട് നാം ഓരോരുത്തരെയും അവരെ സഹായിക്കുന്നു. അതിലൂടെ ദൈവത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുവാനും നല്ലൊരു വ്യക്തിയായി മാറുവാനും ഈ ആശ്രമം നമ്മൾ ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഈ മിഷനിലൂടെ ഇന്ന് ഇവിടെയുള്ള അനേകം ദൈവമക്കൾ അറിഞ്ഞുകഴിഞ്ഞു എന്താണ് ക്രിസ്തു സ്നേഹമെന്ന്. वन्दे सच्चिदानन्दं തീർച്ചയായും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാണ് ഇത്രമാത്രം ക്രിസ്തുഭക്തി ഇവിടെ പകരാൻ ഇട നൽകിയത്. അത് ഈ ഉത്തരേന്ത്യയിൽ ഒരു പുതിയ പന്തക്കോസ്ത അനുഭവമാണ് ഞങ്ങൾക്ക് ഈ യേശുദാം ആശ്രമത്തിൽ നിന്നപ്പോൾ അനുഭവവേദ്യമായത്. ജാൻസി മിഷൻ പറയുന്നത് ഇനിയും അനേകം ആത്മാക്കളെ യേശുവിനെ അറിയിക്കേണ്ട സുവർണ കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നതെന്നാണ്. ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കാൻ ഭാരതത്തിലെ ജീവിക്കുന്ന അപ്പസ്തോലന്മാരിൽ പുതിയ ചൈതന്യം രൂപപ്പെട്ടാൽ പിന്നീട് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒരു പെരുമഴ തന്നെ ഈ സുവിശേഷ മുന്നേറ്റത്തിൽ ദൃശ്യമാകും. അതിനായി ആത്മാർത്ഥമായി നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മ ശക്തി പകരാം. ഈ ദേശം മുഴുവൻ അത് അനുഗ്രഹപ്രദമാക്കും. തീർച്ച.